ഇന്നത്തെ ഗോസ്പലിൽ നിയമം പഠിച്ചു ഈശോയോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ അവനെ കൊണ്ട് തന്നെ നിയമം പറയിപ്പിക്കാൻ, എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ നിത്യജീവൻ കിട്ടും. അപ്പോൾ അവൻ തിരിച്ച് ഈശോയോട് ചോദിക്കുന്നു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഈശോ വളരെ മനോഹരമായി ഒരു കഥയിലൂടെ അയൽക്കാരൻ്റെ ഡെഫിനേഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഈശോ അവനോട് ചോദിക്കുകയാണ്, ആരാണ് അയൽക്കാരൻ? അപ്പോൾ അവൻ പറഞ്ഞു, കരുണ കാണിച്ചവൻ. അവൻ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അവൻ കരുണ കാണിച്ചവൻ എന്ന് പറഞ്ഞാൽ കരുണ കാണിച്ചവൻ്റെ പേര് ഈശോ പറയുന്നുണ്ട്, അവൻ റെപ്രസെൻ്റ് ചെയ്യുന്ന സമുദായം പറയുന്നുണ്ട്. അതവൻ പറഞ്ഞില്ല. അവൻ മനഃപൂർവ്വം പറയാനാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരത്. അവരെങ്ങനെ വെറുക്കണം, അവരെങ്ങനെ അകറ്റി നിർത്തണം, അവരെങ്ങനെ ഉപദ്രവിക്കണമെന്ന് നിയമങ്ങൾ എഴുതിയവനാണ് അവൻ. അവനവൻ്റെ പേര് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ ഈശോയുടെ കഥ അവനെ തൊട്ടിട്ടില്ല. ഇനി ഈശോ അവരോട് എങ്ങനെ പെരുമാറി? ഈശോ അവരുടെ ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുന്നു, അവരെ സുഖപ്പെടുത്തുന്നു. ഈശോ പറയുന്ന കഥകളിലൊക്കെ ഹീറോസ് അവരുടെ പേരാണ്. ഈശോ അത് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? നീ ഏറ്റവും കൂടുതൽ ആരെയാണ് വെറുക്കുന്നത്? അവനെ സ്നേഹിക്കണം. അവനെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നോക്കണ്ട.